പ്രിയപ്പെട്ടവരെയും വീണ്ടും ചാനൽ അമലോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചരിത്രത്തിൻ്റെ വഴികളിലൂടെ എന്ന എപ്പിസോഡിൽ ഇതെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് എന്ന കേരളത്തിന് നവോത്ഥാനത്തിന് ആരംഭം കുറിച്ച പ്രധാനപ്പെട്ട വ്യക്തികളൊന്നാണ് ഇദ്ദേഹം. ചാവറ കുര്യാക്കോസ് ഏലിയാസ് AD 1805 ജനിച്ചു. 1829 കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉപകരിക്കത്തക്കവണ്ണം സാമൂഹിക വിദ്യാഭ്യാസ രംഗത്ത് പഠനശാലകൾ തുടങ്ങിയ വ്യക്തിയാണ് ചാവറ കുര്യാക്കോസ് അച്ഛൻ എന്നറിയപ്പെടുന്ന ചാവറ ഏലിയാസ്. അപ്പോൾ പാശ്ചാത്യർ ആദ്യം വന്നത് പോർച്ചുഗീസുകാർ, തുടർന്ന് ഡച്ചുകാർ അല്ലെങ്കിൽ നെതർലൻഡുകാർ, ബ്രിട്ടീഷുകാർ, പിന്നെ ഫ്രഞ്ചുകാർ. ഇവരെല്ലാം തന്നെ വിദ്യാഭ്യാസ രംഗങ്ങളിലും മറ്റ് സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ വളർത്തിയെങ്കിലും ഇവർ വരുന്നത് ഈ കാലഘട്ടങ്ങളിൽ ഏറെക്കുറെ 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർക്ക് വരുന്നതിന് മുൻപും ആണ് ചാവറ കുര്യാക്കോസ് ഈ വിദ്യാലയം സ്ഥാപിച്ചത്. അതിൻ്റെ ദീർഘവീക്ഷണം നാം എടുത്തു പറയേണ്ട പ്രധാന കാര്യങ്ങളാണ്. ക്രൈസ്തവരെ മാത്രം മുന്നിൽ കണ്ടിട്ടല്ല ഇദ്ദേഹം സ്കൂൾ സ്ഥാപിച്ചതെന്ന് ഞാൻ എടുത്തു പറയട്ടെ. അവിടെ അവർണരും മറ്റെല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും വിദ്യ അഭ്യസിക്കുകയും സൗജന്യമായി ഉച്ചഭക്ഷണവും നൽകിയതല്ലേ ശരിയായ നവോത്ഥാനം വിപ്ലവം. ഏതെങ്കിലും ഒരു സഭയുടെ അല്ലെങ്കിൽ ക്രൈസ്തവരെ സ്കൂൾ സ്ഥാപിച്ച് കോളേജ് സ്ഥാപിച്ച് ക്രൈസ്തവരെ മാത്രം പഠിപ്പിച്ചുവെങ്കിൽ അത് ഏകപക്ഷീയമായതല്ലേ? അത് നിങ്ങൾക്കും എനിക്കും ചോദ്യം ചെയ്യാം. എന്നാൽ ഈ പാശ്ചാത്യർ ആരംഭിച്ച സ്കൂളും കോളേജും ഒന്നും ബ്രിട്ടീഷുകാർക്ക് അവർക്ക് വേണ്ടിയിട്ടല്ല, ക്രൈസ്തവർക്ക് വേണ്ടിയിട്ടല്ല. പഠനത്തിന് താല്പര്യമുള്ള ഏവർക്കും സൗജന്യമായ ഉച്ചഭക്ഷണവും യൂണിഫോമും നൽകി ഫീസില്ലാതെ പഠിപ്പിച്ചതാണ് കേരളം. അല്ലെങ്കിൽ ഇന്ത്യയിലെ കേരളം എന്ന കൊച്ചു സംസ്ഥാനം ഇത്രയും വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും തന്മയിലും മുന്നിട്ട് നിൽക്കാനും. അങ്ങനെ ബ്രിട്ടീഷുകാർ അന്ന് ശീമയിൽ നിന്നാണ് പറയുന്നത്, ശീമനാട്, ശീമദേശം എന്ന് പറഞ്ഞാൽ അന്നത്തെ ബ്രിട്ടീഷുകാരെ കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അവർ കൊണ്ടുവന്ന പോർച്ചുഗീസുകാർ കൊണ്ടുവന്നാണെങ്കിലും ശീമച്ചക്ക, ശീമച്ചേമ്പ്, ഈ പറഞ്ഞ പോലെ ശീമ എന്ന പദം പണ്ടത്തെ മലയാളത്തിൽ വിദേശികൾ എന്നാണ്. അപ്പോൾ വിദേശികളായ അവർ ഇവിടെയുള്ള പലരെയും വിദ്യാഭ്യാസ ശേഷം ശീമ എന്ന ബ്രിട്ടനിൽ കൊണ്ടുപോവുകയും അവിടെ LLB അല്ലെങ്കിൽ വക്കീൽ പഠനത്തിന് വേണ്ടിയും ഡോക്ടറേറ്റിനൊക്കെയായി പലരെയും അവർ കൊണ്ടുപോയി എന്നത് മറക്കരുത്. അങ്ങനെ മാറ്റം വന്ന ഒന്നാണ്, ചരിത്രമാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റേത്. മാത്രമല്ല പെൺകുട്ടികൾക്കായി പ്രത്യേകം വിദ്യാലയം സ്ഥാപിച്ചു. 1846 കോട്ടയം മാന്നാനത്ത് സംസ്കൃത സ്കൂളും ആർപ്പൂക്കര എന്ന ഉൾഗ്രാമത്തിൽ, ഇന്നും അത് കൊച്ചു ഗ്രാമമാണ്, അന്ന് ഉൾഗ്രാമത്തിൽ കീഴാള വിഭാഗക്കാരുടെ കുട്ടികൾക്കായി പ്രൈമറി സ്കൂളും ആരംഭിച്ചു എന്നത് നിങ്ങൾക്ക് ചരിത്രം നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഏകപക്ഷീയമായി പാൽപ്പൊടി കൊടുത്തും ഗോതമ്പ് കൊടുത്തും എണ്ണ കൊടുത്തും ഞങ്ങളുടെ പൂർവന്മാരെ മതം മാറ്റിയതാണെന്ന് ഇന്ന് വീമ്പിളക്കുന്നവരോട് ഞാൻ ചരിത്രപരമായി ചോദിക്കട്ടെ. അന്ന് ഈ കീഴാളന്മാർക്കും മേലാളന്മാർക്കും എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സംസ്കൃത സ്കൂളും കോളേജ് സ്ഥാപിക്കാൻ ആഗ്രഹിക്കാഞ്ഞ്? അവരെന്തുകൊണ്ടാണ് വിദ്യയെ മാറ്റി നിർത്തിയത്? തങ്ങളുടെ അറിവും കഴിവും മറ്റാർക്കും കൊടുക്കാതിരിക്കാൻ ആ സ്വഭാവമായിരുന്നു ബ്രാഹ്മണന്മാരുടെ. അങ്ങനെ ഇരിക്കുന്ന ഈ നാട്ടിൽ നേരെ ചൊവ്വേ വസ്ത്രം ധരിക്കാനും സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതെ അടിമകളെ പോലെ വായി ഇങ്ങനെ പൊത്തി ഏറാൻ മൂളി നടക്കുന്ന പിന്നോക്കക്കാർക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകിയതാണോ തെറ്റ്? അങ്ങനെയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെയും പാശ്ചാത്യരുടെ നിന്ന് ലഭിച്ച ആധുനികമായ സകല ടെക്നോളജികളും നിങ്ങൾ പൂർണ്ണമായി മാറ്റിവെച്ചിട്ട് പ്രാകൃതമായ നിലയിൽ പുരാതന ഇന്ത്യക്കാർ എങ്ങനെയാണോ ഗ്രാമത്തിൽ ജീവിച്ച അതേ രീതിയിലുള്ള വസ്ത്രവും അതേ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചും തികച്ചും പ്രാകൃതമായി ജീവിച്ച് നിങ്ങളൊന്ന് കാണിച്ചു താ.
അങ്ങനെയെങ്കിൽ നമുക്കും ബാക്കിയുള്ളവർക്കും വരാമല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചരിത്രം വളച്ചൊടിച്ചുകൊണ്ട് കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് പാശ്ചാത്യരെ വാഴ്ത്തിപ്പാടുകയല്ല, അവർ ചെയ്തതും പറഞ്ഞതൊന്നും എല്ലാം ശരിയാണെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് വന്ന് അവർ ബിസിനസ്സും സ്ഥാപിച്ച് പ്ലാന്റേഷനും മറ്റു കാര്യങ്ങൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് പുരോഗതിക്ക് ഇടവരുത്തുകയും അതോടൊപ്പം വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ നൽകിയതാണ്. കേരളത്തിൽ നിന്നും തുടർന്ന് തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ പാശ്ചാത്യർ സ്ഥാപിച്ചതാണ് ഇന്നും നിലനിൽക്കുന്നത്. അങ്ങനെ ഇന്ത്യക്കാരെന്ന പ്രാകൃത ശൈലി ജീവിച്ച, സ്വാതന്ത്ര്യമില്ലാതെ ജീവിച്ച കേരളീയരെ അടിസ്ഥാനമിട്ട് തന്ന നല്ല റോഡുകൾ, ഇവിടെ കാളവണ്ടി മാത്രമേ ഉള്ളായിരുന്നു, കുതിരകൾ കേരളത്തിൽ ഉള്ള ചരിത്രമില്ല. ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷമാണ് ഇവിടെ കുതിര എന്ന് ചരിത്ര പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഏതൊക്കെ ചരിത്ര ഗ്രന്ഥമെന്ന് ഞാൻ എഴുതിത്തരാം. അതുകൊണ്ട് നിങ്ങൾ സുദീർഘമായ ചരിത്രം വായിച്ച് പഠിക്കുക. അപ്പോൾ കുതിരവണ്ടി ഇല്ലാത്ത കാറുകളോ മറ്റു മോട്ടോർ വണ്ടികളൊന്നും ഇല്ലാതെ, നല്ല റോഡുകളില്ല, ടാർ റോഡുകളില്ല, തോട്ടങ്ങളില്ല, വ്യവസായങ്ങളൊന്നുമില്ലാതെ പശു വളർത്തും കോഴി വളർത്തലും ആട് വളർത്തലുമായി മാത്രം നിരങ്ങി നടന്നിരുന്ന, സ്വാതന്ത്ര്യമില്ലാതെ സംസ്കാരശൂന്യമായിരുന്ന ഈ പ്രാകൃത ദേശത്തെ സംസ്കാര സമ്പന്നമാക്കിയതാണോ പാശ്ചാത്യർ ചെയ്ത തെറ്റെങ്കിൽ ഞാൻ വീണ്ടും നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ പഴയ പ്രാകൃത ജീവിത ശൈലിയിലേക്ക് മടങ്ങിപ്പോയിട്ട് ആ ജീവിതവും ഇന്നത്തെ ജീവിതം തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ തലമുറ എങ്ങനെ വളർത്താമോ? അമേരിക്കയിൽ ഇന്നും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ഉണ്ട്. അത് ഞാൻ അടുത്തൊരു എപ്പിസോഡിലിടാം. അവർ ഈ പറഞ്ഞതുപോലെ ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ കുടിയേറിയ ഒരു വ്യക്തിയുടെ പിൻതലമുറ ഇന്നും മൊബൈലോ മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെ, മോട്ടോർ വണ്ടികളൊന്നും ഉപയോഗിക്കാതെ, അമീഷ് കമ്മ്യൂണിറ്റി എന്നൊരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്. അതൊരു ചെറിയ കമ്മ്യൂണിറ്റിയാണ്. ആധുനികത അധികം ഉപയോഗിക്കാതെ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് അമീഷ് കമ്മ്യൂണിറ്റി. അതുകൊണ്ട് അവരെ പോലെ അറ്റ്ലീസ്റ്റ് കേരളീയരെ, ഈ നിങ്ങൾ വിശ്വസിക്കുന്ന സംഘപരിവാരും BJP-ക്കാരും ഹൈന്ദവീയത ഉയർത്തുന്നവരും നിങ്ങളെങ്കിലും ഏതെങ്കിലും ഒരു ജില്ലയിലെങ്കിലും പഴയ ശൈലിയിലേക്ക് ജീവിച്ചൊന്ന് കാണിച്ചതാ എങ്കിൽ ഞാനും വരാം. ഇതൊരു വെല്ലുവിളിയായി നിങ്ങൾ ഏറ്റെടുക്കുക. അപ്പോൾ ഞാനീ പറഞ്ഞത് ചാവറ കുര്യാക്കോസ് എന്ന മനുഷ്യൻ ഇങ്ങനെ വിപ്ലവകരമായ മാറ്റം നടത്താൻ കാരണം അന്നുണ്ടായിരുന്ന ജനതയുടെ ലജ്ജാകരമായ അവസ്ഥയും സ്വാതന്ത്ര്യമില്ലാതെ അടിമർത്തി കിടന്നുകൊണ്ടാണ്. AD 1864 വികാരി ജനറൽ ആയപ്പോൾ പള്ളിയോട് ചേർന്ന് സ്കൂൾ സ്ഥാപിച്ചു ഈ അച്ഛൻ. അങ്ങനെയാണ് പള്ളിക്കൂടം എന്ന പേര് തന്നെ കേരളത്തിൽ പ്രസിദ്ധമായത്. പള്ളിയോട് ചേർന്ന് പഠനശാല തുടങ്ങിയതുകൊണ്ടാണ് പള്ളിക്കൂടം എന്ന പേര് വന്നത്. ഇപ്പോഴും മലയാളത്തിൽ പള്ളിക്കൂടം എന്നാണ്, ഇംഗ്ലീഷിൽ സ്കൂള് കോളേജ് എന്നാണെങ്കിൽ പഠനശാല പള്ളിക്കൂടം എന്നും ഇന്നും ആൾക്കാർ പഴയ തലമുറ പറയാറുണ്ട്. മാറ്റം വന്നപ്പോൾ ക്രൈസ്തവർക്ക് എതിരായി നയങ്ങൾ നടത്തിയ ഒരാളാണ് സർ CP. അദ്ദേഹം കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും അന്നുണ്ടായിരുന്ന മാർത്താണ്ഡവർമ്മ, തിരുവിതാംകൂറിലെ പല രാജാക്കന്മാരും അത് പൂർണ്ണമായും തള്ളിക്കളയും. തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായിരുന്ന തിരുവനന്തപുരത്ത് തങ്ങളുടെ രാജകൊട്ടാരത്തിലുള്ളവർ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരന് ഒരാൾക്ക് നല്ല ഉയർന്ന ശമ്പളം നൽകി അത് തൻ്റെ കൊട്ടാരത്തിലുള്ളവരെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ചരിത്രവും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബോധവും വിവരവും ഉള്ള ഭരണാധികാരികൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് ട്രാവൻകൂറിന്റെ മികച്ച വിജയം. അവിടെയും വേറെ കൊച്ചു കൊച്ചു രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർ പൂർണ്ണമായി ഹിന്ദുയിസത്തിൽ പോയപ്പോൾ കുറേയൊക്കെ റൂട്ട് മാറ്റി സംസ്കാര സമ്പന്നമായി നാടോടുമ്പം നടുവേ ഓടാൻ വേണ്ടി തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ എടുത്ത പല നടപടികളും ഇന്ന് പുരോഗതിയിലേക്ക് നയിച്ചു എന്നുള്ളത് ഇന്ന് കണ്ണുകൊണ്ട് കാണാം. തിരുവനന്തപുരത്തെ ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജൊക്കെ സ്ഥാപിക്കാൻ കാരണമായത് അങ്ങനെയാണ്. പിൽക്കാലത്ത് സർ CP പള്ളി വേറെയും സ്കൂൾ വേറെയുമായി പണിയണമെന്ന നിയമം കൊണ്ടുവരികയും അതിനായി പ്രത്യേകം സ്ഥലം അനുവദിക്കുകയും ചെയ്തു. പള്ളി വേറെ, പള്ളിക്കൂടം വേറെ. ഓക്കെ,
പള്ളി പോയി വേറെ ആയാലും പള്ളിക്കൂടം വേറെ ആയാലും പഠനം കേരളീയർക്ക് സൗജന്യമായി ലഭിച്ചു. പള്ളിക്കൂടം എന്ന പേര് തന്നെ സ്കൂളുകൾ ക്രൈസ്തവർ ആരംഭിച്ചു എന്ന് ഗ്രഹിക്കാൻ കഴിയുമല്ലോ. ഒന്ന്, 1856 ജനിച്ച ശ്രീനാരായണ ഗുരു ഈഴവ സമുദായത്തിന്റെ മാത്രം ഉന്നമനത്തിന് വേണ്ടി ശ്രമിച്ച വ്യക്തിയാണ്. ശ്രീനാരായണ ധർമ്മ പരിഷത്ത് SNDP. അപ്പൊ എൻ്റെ ചോദ്യം, പലരും ഇവിടെ പറയാറുണ്ട് നവോത്ഥാന നായകൻ, പ്രത്യേകിച്ച് ഇടതുപക്ഷം ചിലരൊക്കെ ഇല്ലാത്തവരെ പൊക്കിക്കൊണ്ട് വന്നിട്ട് കേരളത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പടപ്പൊരുതിയത് ഇടതുപക്ഷമാണെന്ന് പറയുമ്പോൾ അവരോട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചരിത്രം പറയുന്നത്. AD 1805 ഈ പറഞ്ഞ കുര്യാക്കോസ് അച്ഛൻ ആയെങ്കിൽ AD 1856 എന്ന് വെച്ചാൽ കുര്യാക്കോസ് അച്ഛൻ്റെ ശേഷം അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ശ്രീനാരായണ ഗുരു രംഗത്തെത്തുന്നത്. അദ്ദേഹം, ഞാൻ വ്യക്തിപരമായി പറയട്ടെ, സാംസ്കാരിക നേതാക്കന്മാരിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നാരായണൻ. കാരണം ആ 18ാം നൂറ്റാണ്ടിൽ ദീർഘവീക്ഷണം ഉണ്ടായി. ക്രൈസ്തവർ നിമിത്തം, പാശ്ചാത്യർ നിമിത്തം കേരളത്തിൽ ക്രൈസ്തവർ ഉണ്ടാകുകയും ആ ക്രൈസ്തവരുടെ ഉന്നമനവും പുരോഗതിയും മനസ്സിലാക്കി അങ്ങനെയാണ് വിദ്യാധനം പ്രധാനമെന്നും വിദ്യ കൊണ്ട് അറിവ് നേടണമെന്നും അദ്ദേഹം തൻ്റെ സമൂഹത്തെ, തൻ്റെ വിഭാഗത്തെ ഉത്ബോധിപ്പിക്കാൻ കാരണമതാണ്. കാരണം ആ ദീർഘവീക്ഷണം അതുപോലെയുള്ള ഒരു വ്യക്തി ആ സമുദായത്തിൽ പിന്നീട് ഉണ്ടായില്ല എന്നത് ദുഃഖകരമാണ്. അതുകൊണ്ട് ശ്രീനാരായണനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ബഹുമാനിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ജനിച്ചത് 1856 മറക്കരുത്. അതാണ് SNDP, അതായത് ശ്രീനാരായണ ധർമ്മ പരിഷത്ത് എന്ന പേരിൽ ഈഴവർക്ക് വേണ്ടി മാത്രം രൂപീകരിച്ചപ്പോൾ, വീണ്ടും പറയട്ടെ, ഈ പറഞ്ഞ കുര്യാക്കോസ് അച്ഛൻ ഉൾപ്പെടെ മറ്റു പാശ്ചാത്യരൊക്കെ ക്രൈസ്തവരെ മാത്രം ഉന്നമനത്തിന് വേണ്ടിയിട്ടല്ല, ഇവിടെ ഉണ്ടായിരുന്ന കീഴാളരെയും മേലാളരെയും മറ്റുള്ളവരെയും മുസ്ലിം ക്രിസ്ത്യാനികളെയും അത് മുഖപക്ഷമില്ലാതെ എല്ലാവർക്കും വിദ്യ കൊണ്ട് അറിവ് നേടാനും അതോടൊപ്പം അവരുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടി പ്ലാന്റേഷനുകളും അല്ലെങ്കിൽ തോട്ടങ്ങളും റോഡുകളും റെയിൽവേ ഒക്കെ പണിത് കൊടുത്തതാണ് ഇന്നും കിടക്കുന്നത്. അല്ലാതെ ഇന്ത്യക്കാരുടെ കണ്ടുപിടുത്തമല്ലെന്ന് വീണ്ടും ചരിത്രത്തിൽ ഊന്നിക്കൊണ്ട് പറയട്ടെ. 2, 1854 ജനിച്ച ചട്ടമ്പിസ്വാമിയും മന്നത്ത് പത്മനാഭനും നായന്മാരുടെ മാത്രം സാമുദായിക പുരോഗതിക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചവരും സ്കൂളും മറ്റും ആരംഭിച്ചവരാണ്. അതാണ് ഈ NSS, നായർ സർവീസ് സൊസൈറ്റി. ഇതും ചരിത്രം ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. ഇതാദ്യം ഈഴവരും പിന്നെ നായന്മാരും ഈ ഉണരാൻ കാരണം, അവർക്ക് പുരോഗതിക്ക് കാരണം, എല്ലാം തുടങ്ങിയതിൻ്റെ ആരംഭം പാശ്ചാത്യരും അതോടൊപ്പം കുര്യാക്കോസ് ഇലിയാസ് അച്ഛൻ ഉൾപ്പെടെ അങ്ങനെ ദീർഘവീക്ഷണത്തോടെ ഒരു സമൂഹത്തെ പുനരുദ്ധരിച്ചതിൻ്റെ കാരണമാണ്. തുടർന്ന് പല വിഭാഗങ്ങളും അതിൻ്റെ ആ വഴിയിലേക്ക് കടന്നു വന്നതാണ് ആധുനിക കേരളത്തിൻ്റെ അടിത്തറയിട്ടത്. 3, 1863 ജനിച്ച അയ്യങ്കാളി പുലയ വിഭാഗത്തിന്റെ മോചനത്തിന് വേണ്ടി മാത്രം ശബ്ദമുയർത്തിയ വ്യക്തിയായിരുന്നു. മറക്കരുത്, ഓരോരുത്തരുടെ ജനിച്ച ആണ്ടും കൃത്യമായിട്ട് ഞാൻ പറയുന്നത്. ഇത് ശുദ്ധമായ വോഷ്കല്ല, ശുദ്ധമായ ചരിത്രമാണ്. ഇവിടെ നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചിട്ട് ഇല്ലെങ്കിൽ ഞാനിത് തിരുത്തി പറയാം. അങ്ങനെ അയ്യങ്കാളി KPMS, കേരള പുലയ മഹാസഭ എന്ന അങ്ങനെ സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. 4, വാക് പടാനന്ദൻ, മലബാറിലെ തീയന്മാരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിച്ച വ്യക്തിയാണ്. 5, KP കറുപ്പൻ, പണ്ഡിറ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ ചേർത്ത പറയുന്നത്. ഇവർ അരയന്മാർ അല്ലെങ്കിൽ മുക്കുവരുടെ വിഭാഗത്തിന് വേണ്ടി മാത്രം പരിശ്രമിച്ച വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹം വിഷവൈദ്യ ചികിത്സ കൂടെ നടത്തിയിരുന്ന വ്യക്തിയായിരുന്നുകൊണ്ട് അക്കാലത്ത് പലർക്കും അദ്ദേഹത്തെ പരിചിതമായിരുന്നു. 6,
മക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രം ശ്രമിച്ച വ്യക്തിയാണ്. 7 VT ഭട്ടത്തിരിപ്പാട് നമ്പൂതിരിമാരുടെ അല്ലെങ്കിൽ ബ്രാഹ്മണരിടയിലെ സാംസ്കാരികവും വൈവാഹിക പ്രശ്നങ്ങളെയും അവരുടെ ജീവിതത്തിലെ പുഴുക്കുത്തുകളെയും മുഖ്യധാര സമൂഹത്തിലേക്ക് എത്തിച്ച സാംസ്കാരിക നായകനായിരുന്നു. അത് ബ്രാഹ്മണന്മാരിൽ നിന്നും അദ്ദേഹത്തിന് ഭീഷണിയും ഒക്കെ നേരിടേണ്ടി വന്നു എന്ന് ചരിത്രം പറയുമ്പോൾ 7 പേരുടെ കാര്യം ഞാൻ ഓർപ്പിച്ചെന്നറിയാമോ? ഈ 7 കൂട്ടരും അവരുടെ സഭാ സമുദായ വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചവരാണ്. എന്നാൽ പാശ്ചാത്യരും ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവരും മുഖപക്ഷമില്ലാതെ സ്ത്രീ പുരുഷ ബന്ധം വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടു. എന്നിട്ടാണ് പാൽപ്പൊടി വാങ്ങിയതും ഗോതമ്പ് വാങ്ങി ഞങ്ങളെ മതം മാറ്റിയതാണെന്ന് ലജ്ജയില്ലാതെ പറയുന്ന ഇവിടുത്തെ പ്രബുദ്ധരല്ലാത്ത ചരിത്രബോധമില്ലാത്ത ചിലരോട് ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് തെളിയിക്കാമോ എന്തുകൊണ്ട് നിങ്ങൾക്ക് പാൽപ്പൊടി കിട്ടാഞ്ഞത്? ഇവിടെ പാൽപ്പൊടി ഇല്ലേന്ന്? പശു ഗോമാതാവും ഇവിടെ ഒക്കെ ഉണ്ടല്ലോ. ഈ ഇന്ത്യയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പശുക്കളുള്ള രാജ്യം ഇന്ത്യ. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പാൽപ്പൊടി ഇല്ലാഞ്ഞു? ഇവിടുത്തെ സാധാരണക്കാർക്ക് പാൽപ്പൊടി കൊടുക്കാനോ പാല് കൊടുക്കാനോ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഗോതമ്പ് നിങ്ങൾക്കില്ലേ? നോർത്ത് ഇന്ത്യ ഗോതമ്പ് കൃഷി പാശ്ചാത്യർക്ക് വന്നതിന് മുമ്പേ ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഗോതമ്പ് കൊടുത്തും പാൽപ്പൊടി കൊടുത്തും ഇവിടെ ഞങ്ങളുടെ പൂർവന്മാരെ മതം മാറ്റിയെങ്കിൽ അവർ അന്ന് പട്ടിണി കിടക്കുകയായിരുന്നു, മറക്കരുത്. ദാരിദ്ര്യത്തിന്റെ മുമ്പിൽ ആരും ഒന്ന് കൊടുത്താലും വാങ്ങും. അതിന് മതം മാറ്റമെന്നല്ല, അവർ മതം മാറിയല്ല ചെയ്തത്. മതം മാറ്റത്തോട് ഞാനും നിയമപരമായി വിയോജിക്കുന്നു. കാരണം മതമല്ല മാറേണ്ടത്, മനസ്സാണ് മാറേണ്ടത്. മനസ്സ് മാറാതെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നന്മ കിട്ടുമ്പോൾ ആരുടെയെങ്കിലും കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് സത്യമല്ല. ഗർഭാപസി എന്നും പറഞ്ഞ് നിങ്ങൾ ഗർഭവാസിയൊക്കെ ആക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്താ കൊടുത്തത്? അവർക്ക് വിദ്യാഭ്യാസമുണ്ടോ? നോർത്ത് ഇന്ത്യയിൽ ഇന്നും എന്തുകൊണ്ടാണ് അധകൃതർക്ക് വിദ്യാഭ്യാസമില്ലാത്തത്? അവർക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് നിങ്ങൾ നൽകിയിരിക്കുന്നത്? ഓർക്കണം, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആദ്യം വന്നത് കേരളത്തിലല്ല, ബംഗാളില. അവർ സ്ഥാപിച്ചിരിക്കുന്ന അതിമനോഹരമായ ബിൽഡിങ്ങുകൾ ഇപ്പോഴും കൽക്കട്ടയിലുണ്ട്. അവർ സ്ഥാപിച്ചതെല്ലാം അവിടെ ഉണ്ട്. ആ പട്ടണങ്ങൾ, പാലങ്ങൾ എല്ലാം ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് ഈ പറഞ്ഞവരെല്ലാം തന്നെ അവരവരുടെ സമുദായ ഗോത്രങ്ങൾക്ക് വേണ്ടി ഉന്നമനത്തിന് വേണ്ടി ശ്രമിച്ചതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇടം പിടിച്ചെങ്കിലും ഈ ചവറ കുര്യാക്കോസ് സച്ച് ഉൾപ്പെടെ പാശ്ചാത്യരെല്ലാം മുഖപക്ഷമില്ലാതെ സ്ത്രീ പുരുഷ വ്യത്യാസമല്ലാതെ പാശ്ചാത്യരുടെ പല സ്ത്രീകളും കോട്ടയത്തുള്ള ബേക്കർ സ്കൂളും തിരുനെൽവേലിയിലുള്ള സ്കൂളുകൾ, എന്തിനാ മദ്രാസിലെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ഉൾപ്പെടെയൊക്കെ സ്ഥാപിച്ചത് സ്ത്രീകളാണ്. കാരണം സ്ത്രീകളാണല്ലോ പ്രസവിക്കുന്നത്. പ്രസവിക്കുന്ന സ്ത്രീകളെ പരിചരിക്കാൻ പുരുഷന്മാർ തൊടാൻ പാടില്ലെന്ന് ഇവിടുത്തെ ധീരമായ നിയമം ഉണ്ടായിരുന്നപ്പോൾ അത് കണ്ടിട്ട് വിഷമിച്ചിട്ടാണ് എന്നാൽ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളാൽ ആരംഭിച്ച ചെറിയൊരു ഹോസ്പിറ്റലാണ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് എന്ന് മറക്കരുത്. അങ്ങനെ ഇന്ത്യയുടെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി അതെ രാപകൽ വ്യത്യാസമില്ലാതെ കഷ്ടപ്പെട്ട് പലരും ഈ രാജ്യത്ത് തന്നെ മരിച്ചടക്കപ്പെട്ടുള്ള ചരിത്രമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പുതിയ തലമുറയെ നിങ്ങൾ വെറുതെ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കരുത്. ഞാൻ നിങ്ങളെ വീണ്ടും വെല്ലുവിളിക്കുന്നു. ചരിത്രപരമായി ഞങ്ങൾ വാഗ്വാദം നടത്താം. എന്തിന് ജയിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ചരിത്രത്തെ നിങ്ങൾ മാറ്റിക്കളരുത്. അതുകൊണ്ട് ഇവരെല്ലാം തന്നെ 1856 1896 കാലഘട്ടങ്ങളിലാണ് ജനിക്കുന്നതും സാംസ്കാരിക രംഗത്ത് ശോഭിക്കുന്നതും. എന്നാൽ അച്ഛൻ ജനിക്കുന്നത് 1805 അതായത് നേരത്തെ ഞാൻ ഓർപ്പിച്ചു, നാരായണൻ ജനിക്കുന്നതിന് 50 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചിട്ട്. എന്നിട്ടാണ് ഇവിടുത്തെ വങ്കത്വം വിളിച്ചു പറയുന്നത് ശ്രീനാരായണ ഗുരു. ഇവരൊക്കെയും കേരളത്തിന്റെ നവോത്ഥാനത്തിന് ഇടവരുത്തി. എവിടുന്ന് കിട്ടിയിടോ ഇടതുപക്ഷക്കാരെ ഈ ചരിത്രം? നിങ്ങൾ കേരളത്തിന് എന്ത് സംഭാവനയാ നൽകിയത്? അന്നുണ്ടായിരുന്ന കുറെ പേര് ഭൂസ്വത്തുക്കളുണ്ടായിരുന്നവരൊക്കെ അവരുടെ ഭൂസ്വത്ത് പിടിച്ചെടുത്തതാണോ ക്ഷേമം? അതൊക്കെ ഇന്ന് നിങ്ങളുടെ കയ്യിലായല്ലേ? അതുകൊണ്ട് വെറുതെ നവോത്ഥാനം എന്ന് പറയാതെ
ചരിത്രത്തിലേക്ക് വരേറെ. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക, ലൈക്കും ഷെയറും ചെയ്യുക. നമുക്ക് മറ്റു പല ചരിത്രങ്ങളും പഠിക്കാം, പഠിച്ച് നല്ല മനുഷ്യരായി തീരാം, അനേകർക്ക് പ്രയോജനമായി തീരട്ടെ.